ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ 10ാമത്തെ ആഴ്ചയിൽ ആര്യന്റെ ശരിക്കൊരു തിരിച്ചുവരവ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു മാരത്തോൺ ഡാൻസ് ടാസ്കിൽ ആര്യന്റെ ഒരു മികച്ച പെർഫോമിംഗ് ആയിരുന്നു നമ്മളെല്ലാവരും കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാസ്കിൽ ഏറ്റവും കൂടുതൽ കോയിൻസ് നേടി ഈ ഒരു ടാസ്കിൽ വിജയിച്ചിരിക്കുന്നതും ആര്യൻ തന്നെയാണ്. ആര്യന്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയാൻ കാരണം ആര്യൻ കുറച്ച് ആഴ്ചകളായിട്ട് വളരെ താഴെ നിന്നിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പ്രേക്ഷക വെറുപ്പ് നേടിക്കൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് പോകാം, പ്രേക്ഷകരൊക്കെ ആര്യന്റെ ഒരു എവിക്ഷനായി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ജിസേലിന്റെ ആ ഒരു എവിക്ഷൻ ആര്യന് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിസേൽ എവിക്റ്റായി അടുത്ത ആഴ്ചയിൽ തന്നെ മികച്ചൊരു പെർഫോമൻസുമായിട്ടാണ് ആര്യൻ തിരിച്ചു വന്നിരിക്കുന്നത്. ആര്യൻ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ആദ്യ ആഴ്ചകളിലെ പെർഫോമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടോപ്പ് 5 ഉറപ്പിച്ച ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു. നല്ലൊരു യങ്സ്റ്റേഴ്സിന്റെ ഫാൻ ബേസ് പോലും സ്റ്റാർട്ട് ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. എന്നാൽ ആദ്യ ആഴ്ചയിലെ 2-3 ആഴ്ചകളിൽ നല്ല രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലും ടാസ്കുകളിലും എന്ത് ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞാലും മുൻനിരയിൽ നിന്നിരുന്ന ആര്യൻ 3ാമത്തെ ആഴ്ചകൾക്ക് ശേഷം ആ ഒരു ചലഞ്ചിങ് ടാസ്കുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ നെഗറ്റീവായി പോകുന്നതും അല്ലെങ്കിൽ ജിസേലിന്റെ കൂടെ കൂടി ജിസേലുമായി ബന്ധപ്പെട്ട ആ ഒരു ടാസ്കുകൾ ആകെപ്പാടെ നാശകോശമായി ലാലേട്ടൻ കൂടി വന്ന ആ ഒരു വീക്കെൻഡിൽ മൊത്തത്തിൽ എയറിൽ കയറ്റിയതോടുകൂടി ഒരു നിലപാടില്ലാത്ത ആളെന്ന നിലയിൽ പ്രേക്ഷകരെല്ലാം വെറുത്ത് ആര്യനെ പോയി. പിന്നീട് ജിസേലുമായി ചേർന്നുള്ള കോൺട്രാവേഴ്സി ടോപ്പിക്കുകളും കാര്യങ്ങളും ഒക്കെ മറ്റ് കണ്ടസ്റ്റൻസും എല്ലാം കുത്തിപ്പൊക്കി അനുമോളൊക്കെ ചേർന്ന് ആര്യനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആക്കി എടുത്ത് മൊത്തം ലോ ആയി പോകുന്ന ഒരു ആര്യനെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. എല്ലാ ആഴ്ചകളിലും ആര്യൻ പുറത്തു പോകണം എന്ന് വാശി പിടിക്കുന്ന പ്രേക്ഷകരെ നമ്മൾ കണ്ടു. പിന്നീട് ടാസ്കുകളാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും ആര്യന്റെ സൈഡിലെ നിലപാടുകളാണെന്നുണ്ടെങ്കിലും അഭിപ്രായങ്ങളാണെന്നുണ്ടെങ്കിലും വളരെ കുട്ടിത്തം നിറഞ്ഞ രീതിയിലായിരുന്നു പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നതും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറഞ്ഞ് ഒരു എന്താ പറയുന്ന മച്യൂരിറ്റി ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു 10ാമത്തെ ആഴ്ച വരെയും ആര്യനെ കണ്ടത്. എന്നാൽ ഈ ഒരു 10ാമത്തെ ആഴ്ച ജിസേല് പോയി അടുത്ത ദിവസം തന്നെ ആര്യന്റെ ഒരു കംബാക്ക് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു മാരത്തോൺ ഡാൻസ് ടാസ്കിൽ മികച്ച പെർഫോമൻസ് തന്നെയാണ് ആര്യൻ നടത്തിയിരിക്കുന്നത്. ഒരു എന്താ പറയുന്ന നമ്മുടെ ദിലീപ് ചെയ്ത മായ മോഹിനിയിലെ ക്യാരക്ടർ പിടിച്ചിട്ടാണ് ആര്യൻ നിന്നത്. അതും ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ആര്യൻ ഒരു ഫീമെയിൽ ക്യാരക്ടർ കൊടുത്ത് മായാമോഹിനിയായിട്ട് ടാസ്ക് തുടങ്ങി അവസാനിക്കും വരെ ആ ഒരു ക്യാരക്ടർ പിടിച്ച് നിൽക്കുകയും ആ ഒരു തീപ്പൊരു ഡാൻസും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യാനും ആര്യന് സാധിച്ചു എന്നത് തന്നെയാണ് ഈ ഒരാഴ്ചയിലെ ആര്യനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നതും മികച്ച ഒരു പെർഫോമർ ആയിട്ട് ഈ ഒരാഴ്ച ആര്യൻ തന്നെ തിരഞ്ഞെടുത്തതും ഏറ്റവും കൂടുതൽ കോയിൻസ് നേടി ഈ ഒരു ആഴ്ചയിലെ ടാസ്ക് വിൻ ചെയ്യാനും ആര്യന് സാധിച്ചത്. അതിന്റെ ഒരു സൂപ്പർ പവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബിഗ് ബോസ് ഉടൻ തന്നെ അത് പ്രഖ്യാപിക്കുന്നതുമായിരിക്കും. അത് നോമിനേഷൻ ഫ്രീ ആണോ അതോ ഏതെങ്കിലും ഒരു ആഴ്ചയിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ആണോ അതോ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സ് ആണോ ആര്യന് കിട്ടാൻ പോകുന്നത്, അതോ ഒരു ജസ്റ്റ് ക്യാപ്റ്റൻസി ടാസ്കോ കാര്യങ്ങളോ ഒക്കെ ആണോ ഇനി കിട്ടാൻ പോകുന്നത് എന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും മികച്ച ഒരു പവർ തന്നെ ഈ ഒരു 10ാമത്തെ ആഴ്ചയിൽ ആര്യന് കിട്ടട്ടെ. കാരണം മൊത്തത്തിൽ താന്നുപോയി നല്ല രീതിയിൽ ഡീഗ്രേഡിങ് നേരിട്ട ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു ആര്യൻ. നല്ല രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്ട് ആര്യൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അനുമോളുടെയൊക്കെ വർക്കേഴ്സ് പുറത്തു നിന്ന് ആര്യനെ നല്ല രീതിയിൽ ഡീഗ്രേഡിങ് ചെയ്തിരുന്നു ജിസേലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. എന്തായാലും അതൊക്കെ ഒന്ന് മാറി ആര്യൻ മുന്നിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഫൺ എലമെന്റ്സ് കൊണ്ടുവരുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ മുൻനിരയിലേക്ക് വരുന്നുണ്ട്, ടാസ്കുകളിലൊക്കെ കളിക്കാനുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതിന്റെ തുടക്കം എന്നോണം ഈ ഒരു 10ാമത്തെ ആഴ്ചയിലെ ടാസ്ക് ആര്യനങ്ങ് തൂക്കി എന്ന് വേണം നമുക്ക് പറയാൻ. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയുക. ആര്യന്റെ ഈ ഒരു പ്രകടനത്തിൽ നിങ്ങൾ എന്ത് പറയുന്നു? ബാക്കി കണ്ടസ്റ്റൻസും മികച്ച രീതിയിൽ തന്നെ ഈ ഒരു 10ാമത്തെ ആഴ്ചയിലെ ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന ഒരു ടാസ്ക് മികച്ച രീതിയിൽ തന്നെ ചെയ്തു. ആര്യൻ ഏതാണ്ട് 28 കോയിൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ അനിമോൾക്ക് 18 കോയിൻസ്, ഷാനവാസിന് 10, നമ്മുടെ സാബുമാന് 12 കോയിൻസ്, അങ്ങനെ ഓരോരുത്തർക്കും 8ഉം 10ഉം 12ഉം ഒക്കെ കോയിൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആര്യനെ കഴിഞ്ഞിട്ട് മികച്ച പെർഫോം ചെയ്തത് അനുമോളാണ്. അതിനുശേഷം ഷാനവാസ്, നമ്മുടെ സാബുമാന്, ഇവരൊക്കെ തന്നെയാണ് പിന്നീട് മികച്ചതായിട്ട് ഈ ഒരു ഡാൻസ് മാരത്തോൺ ടാസ്കിൽ മികച്ച രീതിയിൽ നിന്നത്. അതുപോലെ ആര്യൻ ഈ ഒരു വിന്നിങ് ആകാനുള്ള കാരണം അനുമോൾ ആകേണ്ടതായിരുന്നു. 18 പോയിന്റ്സുമായി അനുമോൾ നിന്നിരുന്ന ഒരു ഗ്രൂപ്പായിട്ട് അനുമോളെ ആക്കാൻ വേണ്ടി അനുമോൾക്ക് മികച്ച രീതിയിൽ കോയിൻസ് ഒക്കെ കൊടുത്തു വന്നെങ്കിൽ പോലും ആര്യനെ ആക്കാൻ മികച്ച രീതിയിലുള്ള ഒരു ടേണിംഗ് പോയിന്റ് അല്ലെന്നുണ്ടെങ്കിൽ ഗെയിം ചേഞ്ചിങ് മൊമെന്റ്സ് നടത്തിയത് നമ്മുടെ നെവിനും അതുപോലെ തന്നെ അക്ബറുമാണ്. അക്ബർ 5 കോയിൻസും അതുപോലെ തന്നെ നെവിൻ 9 കോയിൻസും ഒറ്റയടിക്ക് ആര്യന് മറിച്ചു കൊടുത്തു. അത് തന്നെയാണ് ആ ഒരു ടേണിംഗ് പോയിന്റ്, ഗെയിം ചേഞ്ചിങ് മൊമെന്റ്സ് എന്ന് പറയുന്നത്. മറ്റു പലരും അവിടെ ഗ്രൂപ്പിസവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുമ്പോഴും ഗ്രൂപ്പ് കൂടി പല തീരുമാനങ്ങളും എടുക്കുമ്പോൾ എല്ലാ ടാസ്കുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഗ്രൂപ്പിസത്തിന്റെ പേരിലൊക്കെയാണ് പലരും കയറി വരുന്നത്. അപ്പോൾ ആര്യൻ അങ്ങനെ താഴ്ന്നു നിന്നപ്പോൾ അവരുടെ സൈഡിൽ നിന്നൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് നടത്തിയത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അനുമോളെക്കാളും എത്രയോ ബെറ്റർ പെർഫോമൻസ് ആണ് ആര്യൻ നടത്തിയത്.
നടത്തിയത്. അതുകൊണ്ട് ആര്യൻ അത് വെൽ ഡിസേർവിങ് തന്നെയാണ്. ആ ഒരു എന്താ പറയുന്നത്, നെവിന്റെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ അക്ബറിന്റെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ്സ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം അത് അനിമോളെക്കാളും ഡിസർവിങ് ആയിരുന്നത് നമ്മുടെ ആര്യൻ തന്നെയാണ്. അനിമോള് മോശമായിരുന്നു എന്നല്ല, അനിമോളെക്കാൾ ബെറ്റർ ആര്യൻ തന്നെയായിരുന്നു. കാരണം ആ ഒരു ക്യാരക്ടർ കൺവേർഷൻ മെയിൽ ടു ഫീമെയിൽ കൺവേർട്ട് ചെയ്യുകയും പോരാത്തതിന് ആ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എടുത്തുകൊണ്ട് ത്രൂ ഔട്ട് ദ ടാസ്ക് ചെയ്തത് തന്നെ അനിമോളെക്കാളും എത്രയോ ബെറ്റർ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. എന്താണെന്നുണ്ടെങ്കിൽ 10ാമത്തെ ആഴ്ചയിൽ ആര്യൻ മികച്ച രീതിയിൽ തന്നെ ഒരു കംബാക്ക് നടത്തിയിരിക്കുകയാണ്. ഈ ഒരാഴ്ച നോമിനേഷനിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ആര്യനെ സംബന്ധിച്ച് പേടിക്കേണ്ട. അടുത്ത ആഴ്ചത്തേക്ക് ഈ ഒരു എന്താ പറയുക ടാസ്കിലെ മികവും അതുപോലെ തന്നെ പ്രേക്ഷക പ്രീതിയൊക്കെ നേടിയെടുക്കാൻ ആര്യനെ സഹായിക്കുമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ മുന്നോട്ട് നല്ല രീതിയിലുള്ള പ്രേക്ഷക സപ്പോർട്ട് കിട്ടാനും സാധ്യതയുണ്ടെന്നും കരുതുന്നു. എനിവേസ് നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.